ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. നേരെ ഞങ്ങൾ പട്ടായയിലെ തെരുവീഥികളിലൂടെ ഒന്ന് നടന്നു. മുൻവിധിയോടുകൂടിയുള്ള ഒരു യാത്രയായതുകൊണ്ട് തന്നെ സാധാരണ ജനജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകവേ ഒരു ബോർഡ് കണ്ടു. ഹെയർ കട്ടിങ്ങിനായിട്ട് 250 ബാത്ത്, ഏകദേശം നാട്ടിലെ 750 രൂപ. അങ്ങനെ മുന്നോട്ട് പോയി 7-Eleven എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഷോപ്പിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറി. നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് കണക്കെയുള്ള ഒരു ഷോപ്പ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം അതിന്റെ ഉള്ളിലുണ്ട്. മീനും ഇറച്ചിയും മറ്റ് ആവശ്യ സാധനങ്ങളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരിടം. തായ്ലൻഡിലെയും പട്ടായയിലെയും ബാങ്കോക്കിലെയും ഒക്കെ പല സ്ഥലങ്ങളിലും ഈ ഒരു ബ്രാൻഡ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് കൗതുകം. അങ്ങനെ അതിന്റെ പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. അതിന്റെ മുന്നിലായിട്ട് ധാരാളം തട്ടുകടകൾ, ചെറിയ ചെറിയ തട്ടുകടകളാണെങ്കിൽ പോലും അവിടെ എല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ മുന്തിയ ഇനം ഹോട്ടലുകളിൽ ലഭിക്കുന്നതെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഗ്രില്ല് ചെയ്തതും തീയിൽ വേവിക്കുന്നതുമായ എല്ലാത്തരം ഭക്ഷണങ്ങളും ആ ഒരു ചെറിയ തട്ടുകടയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച. അതിനോട് ചേർന്ന് തന്നെ 2 പെൺകുട്ടികൾ നടത്തുന്ന ഒരു ജ്യൂസിന്റെ ഷോപ്പ്. അവിടെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സും നമുക്ക് വാങ്ങാൻ കിട്ടും. ഒരു ജ്യൂസിന് 100 ബാത്താണ് നാട്ടിലെ കണക്കാക്കുമ്പോൾ, ഏകദേശം 300 രൂപ. അങ്ങനെ അവിടെ നിന്നിറങ്ങി ഞങ്ങൾ രാത്രിയിലെ ഭക്ഷണം കഴിക്കാനായിട്ട് പുറപ്പെട്ടു. ഒരു വലിയ കല്യാണ റിസപ്ഷന്റെ ഒരുക്കമുള്ള ഒരു ഹോട്ടൽ. ധാരാളം വിഭവങ്ങൾ അടങ്ങിയ നല്ല ഒരു ഡിന്നർ. സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് അവിടുത്തെ നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ആംബിയൻസ് കുറച്ചു നേരം ഇരുന്ന് ആസ്വദിച്ച് അവിടെ നിന്നും റൂമിലേക്ക് ഒരല്പം ഉറങ്ങി രാവിലെ എഴുന്നേൽക്കാം. ബൈ.